ഒരു ബ്യൂട്ടി പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, ആളിനെ മാറ്റാണ്ട് തന്നെ. നമുക്ക് സ്കിൻ ടോണിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിയേണ്ടത്. നല്ല ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സാരി ഡ്രേപ്പിംഗ്, പിന്നെ ഹെയർ സ്റ്റൈലിംഗ്, അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഒരു പൊട്ട് പോലും ഇടാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിലുള്ളവരെയും ഡിഫറെൻ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ബിസിനസ് പ്ലസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നീതു സുഭാഷ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻജിനീയറിംഗ് ബിരുദം എടുത്തതിന് ശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു എൻജിനീയറിംഗ് ബിരുദം എടുത്തത്. അതിനുശേഷം ഈ മേക്കപ്പിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിൽ കൂടുതലായി ഇതിലേക്കുള്ള ഒരു പാഷൻ കാരണം ഈ രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് നീതു സുഭാഷ്. ഈ എൻജിനീയറിംഗ് പഠനത്തിന് ശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റായി വരാൻ ഉള്ള സാഹചര്യം, അത് എന്താണ് അതിലേക്ക് പ്രലോഭനം അല്ലെങ്കിൽ അതിലേക്കുള്ള താല്പര്യം ജനിപ്പിക്കാനുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ബേസിക്കലി എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. എങ്കിലും കുറച്ച് നാൾ ഞാൻ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തു. പിന്നീട് എപ്പോഴോ എനിക്ക് തോന്നി എൻ്റെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ജോബിലേക്ക് വരണം, ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫഷനിലേക്ക് വരണം എന്നൊക്കെ എനിക്ക് പിന്നീടാണ് തോന്നിയത്. അങ്ങനെ ഒരു ഇടയ്ക്ക് എപ്പോഴോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. എനിക്ക് ചെറുതിൽ മുതലേ മേക്കപ്പ് മറ്റുള്ളവരെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വേറെ ഉള്ളവരെ റെഡിയാക്കുക അങ്ങനെയൊക്കെയുള്ളത് എനിക്ക് കുഞ്ഞിലേ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയും പിന്നീട് ഞാൻ ആ ജോബും കാര്യങ്ങളെല്ലാം ക്വിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വരാനുള്ളൊരു ഡിസിഷൻ എടുത്തു. എൻജിനീയറിംഗ് ബിരുദം എടുത്തതിന് ശേഷം ഏകദേശം 5 വർഷത്തോളം ആയി കാണും ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്. എത്ര മേക്കപ്പ് സെഷൻസ് ഇതിനോടകം ചെയ്തിട്ടുണ്ടാകാം? ഞാൻ കൂടുതലും ബ്രൈഡൽ മേക്കപ്പ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അറൗണ്ട് 2000 ബ്രൈഡ്സിനെ ഈ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിൽ ചെയ്തിട്ടുണ്ട്. 5 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു 5 ഇയേഴ്സിൽ അറൗണ്ട് 2000 ബ്രൈഡ്സിനെ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഔട്ട്സൈഡ് ട്രിവാൻഡ്രവും ചെയ്യാറുണ്ട് ഞങ്ങൾ. ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ 2000 മേക്കപ്പ് ചെയ്തു എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പർ തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു എൻജിനീയറിംഗ് ബിരുദത്തിന് ശേഷം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് താങ്കളുടെ ഈ ഒരു ഇതിലേക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദ്യത്തെ തുടക്കം ഇതിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ട് ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതിൽ റെഫർ ചെയ്യുകയും കൂടുതൽ ആളുകളെ മേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തത്. എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കൂടുതൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ബ്രൈഡൽ മേക്കപ്പിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ നമ്മുടെ സർവീസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബ്രൈഡൽ മേക്കപ്പും ഞങ്ങൾക്ക് വരാറുള്ളതും ബ്രൈഡൽ മേക്കപ്പ് തന്നെയാണ്. ഈ ചുരുങ്ങിയ 5 വർഷത്തിൻ്റെ ഇടയിൽ 2000 ബ്രൈഡൽ മേക്കപ്സ് കംപ്ലീറ്റ് ചെയ്തു, 2000-ലധികം. എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഇതിന് പിന്നിലുണ്ടാകും, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ റെഫർ ചെയ്ത് ഇത്രയും തിരക്കുള്ള ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഇത്രയും ക്ലയൻസ് ഒരു കാരണവശാലും എത്താൻ സാധ്യതയില്ല. അപ്പോൾ ഈ സിഗ്നേച്ചർ സ്റ്റൈൽ അല്ലെങ്കിൽ ഇതിനുള്ള ആ ഒരു സ്പെഷ്യൽ ഇത് എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നൊന്ന് പറയാമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ തന്നെ കസ്റ്റമേഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാറുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനിഷ് മേക്കപ്പ് അല്ലെങ്കിൽ ഒരു സ്കിൻ ഫിനിഷ് മേക്കപ്പ്, ഇതാണ് അവർക്ക് മെയിനായിട്ട് പറയാറുള്ളത്. അതുപോലെ തന്നെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ കൂടുതലും ബ്രൈഡൽ മേക്കപ്പ് ഫോക്കസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പാണ് അവർക്ക് കിട്ടിയത്. അതുപോലെ പെർഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അന്നുണ്ടാവും, ഒരു ചേഞ്ച് ഒരു ബ്രൈഡിന് അന്നത്തെ ദിവസം ഉണ്ടാവും. ആ ഒരു ചേഞ്ച് 2 രീതിയിൽ നമുക്ക്
ഫീഡ്ബാക്ക് പറയാം. ഒന്നുകിൽ അത് ആളിനെ മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ ഇത് ആ കുട്ടി തന്നെ ആണോ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ചേഞ്ച് വരുത്താം. പക്ഷേ അത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് കാണാൻ പറ്റില്ല. നേരെ മറിച്ച് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു എന്താ പറയുക, ഈ കുട്ടി ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് നമുക്കതിനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളതും ഫീഡ്ബാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതും അതാണ്. അതായത് ആളിൻ്റെ ആ ഒരു ബ്യൂട്ടീനെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്യൂട്ടീനെ തന്നെ നമ്മൾ എൻഹാൻസ് ചെയ്ത് ആ ഒരു ബ്യൂട്ടി പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്, ആളിനെ മാറ്റാണ്ട് തന്നെ. ഒരാളെ മാറ്റി ഒരുപാട് സൗന്ദര്യം കൂട്ടി ആളെ വ്യത്യസ്തമാക്കുന്നതിനെക്കാട്ടിലും അയാൾക്കുള്ള ആ വ്യക്തിക്കുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പീക്കിലെത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ കാണുന്ന ഒരാളിന് തോന്നുക ആ കുട്ടി ഇത്രയും സുന്ദരി ആയിരുന്നോ, അല്ല നേരെ മറിച്ച് അയ്യോ ഇത് ആരാ മാറിപ്പോയല്ലോ, വേറെ ആരെ പോലെ ആയി എന്നുള്ളൊരു എന്തായാലും ട്രാൻസ്ഫോർമേഷൻ വരും. നമ്മൾ നോർമലി എന്നത്തെയും പോലെ ആയിരിക്കില്ല. വെഡ്ഡിങ് ഡേ, സാരി, ഓർണമെൻറ്റ്സ്, പിന്നെ ഹെയർ സ്റ്റൈൽ ചേഞ്ച്, അതൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവും. പക്ഷെ അത് ഈ ഒരു രീതിയിലായിരിക്കണം ആ ചേഞ്ച്. ഒരുപാട് എൻക്വയറി വരുന്നുണ്ടാകുമല്ലോ. അപ്പം തീർച്ചയായിട്ടും 5 വർഷത്തിനകത്ത് 2000 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് എൻക്വയറി മാഡത്തിന് വരുന്നുണ്ടാകും. അപ്പോൾ ഒരു ആൾക്ക് ബുക്കിംഗ് എടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ? നമ്മുടെ ഒരു ബുക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 1 client per slot എന്നുള്ള ഒരു രീതിയിലാണ് ബുക്കിങ്സ്, മെജോറിറ്റി ബുക്കിങ്സ് ഞങ്ങൾ എടുക്കാറുള്ളത്, എസ്പെഷ്യലി വെഡ്ഡിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒരു ബ്രൈഡിനെ നമുക്ക് കൂടുതൽ ടൈം എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ അവരും ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. നമുക്ക് പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടൈം എടുത്ത് ചെയ്യുമ്പോൾ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉള്ളൊരു മേക്കപ്പ് റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർലാപ്പിംഗ് ആയിട്ട് ബുക്കിങ്സ് എടുക്കാറില്ല. അതുകൊണ്ട് ക്ലാഷസ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ റെയർ ആയിട്ട് ചില എമർജൻസി സിറ്റുവേഷൻസിൽ അറ്റ് എ ടൈം 2 പേരെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഓവറോൾ ചെയ്ത വർക്ക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വിരലിലെണ്ണാവുന്ന വർക്ക്സ് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ കൂടുതലും ഒരു ടൈം ഒരാളിനെ തന്നെയാണ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അത് ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ബ്രൈഡൽ മേക്കപ്പ് തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ദിവസം വെഡ്ഡിങ് ഡേയിൽ അവരുടെ വെന്യൂവിൽ പോയി ചെയ്യുകയായിരിക്കുമല്ലോ സ്ഥിരം ക്ലയൻറ്റിൻ്റെ ആവശ്യം. അവിടെ മേക്കപ്പ് ചെയ്യുക, അതിനുശേഷം വിവാഹ ആ ഒരു ഫംഗ്ഷനിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ക്ലയൻസിൻ്റെ അടുത്ത് പോയി ഈ ഒരു മേക്കപ്പ് ചെയ്യുന്നത് തന്നെയല്ലേ നമ്മളുടെയും രീതി? അതെ, ഞങ്ങൾ കൂടുതലും വെഡ്ഡിങ് വെന്യൂസിൽ പോയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. കൂടുതലും വെഡ്ഡിങ്സ്. അതുപോലെ ഞങ്ങളുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രത്ത് ചാക്കയിൽ ഉണ്ട്. അവിടെ വന്നും ചെയ്യുന്നതുകൊണ്ട് അത് ലിമിറ്റഡ് നമ്പർ ഓഫ് വർക്ക്സ് അവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കി മെജോറിറ്റി വർക്ക്സും ഞങ്ങൾ വെന്യൂവിൽ പോയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അത് അവരുടെ ഒരു ചോയ്സാണ്. അവർക്ക് കുറച്ചും കൂടെ ഈസിയറാണ്. അവരുടെ വെന്യൂവിൽ വെച്ച് തന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ അധികം ട്രാവലിങ്ങിൻ്റെ ആവശ്യമില്ല, കാറിൽ കയറണ്ട, ഇറങ്ങണ്ട. അപ്പോൾ അങ്ങനെയുള്ള കുറേ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ബുക്കിംഗ് എടുക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് നേരിട്ട് മാഡത്തിൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ, അതോ ബുക്കിങ്ങിന് എങ്ങനെയാണ്? ബുക്കിംഗ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഓൺ ആൻ ആവറേജ് ഒരു 6 months ഞങ്ങളുമായിട്ട് ടച്ചിലുണ്ടാകും. കാരണം ബുക്കിംഗ് ഡേറ്റ് മുതൽ വെഡ്ഡിങ് ഡേറ്റ് വരെ അത്രയും ഒരു ടൈം പീരീഡ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്തിൽ റെഗുലർ ഇൻ്റർവെൽസിൽ ഞങ്ങൾ അവരുമായിട്ട് ടച്ചിൽ കീപ്പ് ചെയ്യാറുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓർണമെൻറ്റ്സിൻ്റെ ആയാലും ഔട്ട്ഫിറ്റിൻ്റെ ആയാലും അതുപോലെ അവരുടെ ടൈമിങ്സ്, സ്കെഡ്യൂൾ, ഇതെല്ലാം നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ കളക്ട് ചെയ്യാറുണ്ട്. അത് ഈ ഒരു 6 months ടൈമിൽ നടക്കാറുള്ള കാര്യങ്ങളാണ്. പിന്നെ വെഡ്ഡിങ് ഡേറ്റ് അടുക്കാറാവുമ്പോൾ ചില ബ്രൈഡ്സ് നേരിട്ട് വന്ന് കാണാറുണ്ട്, എല്ലാവർക്കും പറ്റാറില്ല. അതുപോലെ ഒരു വെഡ്ഡിങ്ങിന് മുമ്പായിട്ട് ഒരു കസ്റ്റമറിൻ്റെ വെഡ്ഡിങ് ഡേ തന്നെ ഞാൻ കൂടുതലും ചോദിക്കാറുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് സ്കിൻ ടോണിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിയേണ്ടത്. ഇപ്പോൾ ഫെയർ ആയാലും ഡാർക്ക് സ്കിൻ ടോൺ ആയാലും സ്കിൻ ടൈപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ മേക്കപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻ കേസ് അവർക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അതിന് പറ്റിയ ഒരു റൈറ്റ് മേക്കപ്പ് കൊടുക്കാറുണ്ട്.
അതുപോലെ ഒരു കസ്റ്റമർ ഒരു ബ്രൈഡ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബ്രൈഡിനോട് അവർ നേരത്തെ എപ്പോഴെങ്കിലും ആരെങ്കിലും അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും അന്ന് അവോയ്ഡ് ചെയ്യേണ്ടിയിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. അതുപോലെ അവർ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒന്നും ചെയ്യാണ്ട് ഒരു പൊട്ടുപോലും ഇടാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിലുള്ളവരെയും ഡിഫറെൻ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കാരണം എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കണം. ഒന്നുമേ ചെയ്യാത്തവരാണെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ അവർക്കുള്ള മേക്കപ്പ് കൊടുക്കാൻ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് ഫൈനലി വെഡ്ഡിങ് ഡേ ആകുമ്പോൾ നമുക്ക് അവർക്കൊരു റിസൾട്ട് കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പിനെ പറ്റി ഒരാളെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഏകദേശം ഒരു മിനിമം 6 മാസത്തെ സമയമെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു 100% ഒരു റിസൾട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മിനിമം 4 to 6 months ഗ്യാപ്പെങ്കിലും നമ്മുടെ വെഡ്ഡിങ് ഡേയും ഈ മേക്കപ്പ് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പീരീഡ് ബുക്കിങ്ങിനും ഇടയിൽ ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയും ഉണ്ടാവാറുണ്ട്. കാരണം വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരിക്കുമല്ലോ ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. 1 year വരെ ഗ്യാപ്പ് ഉള്ളവർ ഉണ്ടാവാറുണ്ട്. ഈ മേക്കപ്പ് ആവശ്യമായിട്ട് വരുന്നത് ബ്രൈഡ്സിന് മാത്രമല്ല, തീർച്ചയായിട്ടും ബ്രൈഡിൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം ഈ മേക്കപ്പ് ആവശ്യമായിട്ട് വരുന്നതാണ്. ബ്രൈഡൽ മേക്കപ്പ് അല്ലാതെ മറ്റ് ബാക്കി ആളുകൾക്കുള്ള മേക്കപ്പുകൾ ചെയ്യാറുണ്ടോ? അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടോ? ഞങ്ങൾ ബ്രൈഡൽ മേക്കപ്പിനോടൊപ്പം തന്നെ ഈ ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ഗസ്റ്റിൻ്റെ അവരുടെ മേക്കപ്പ് ചെയ്യാറുണ്ട്. അത് ബ്രൈഡ്സിനോടൊപ്പം തന്നെ അവരുടെ റിലേറ്റീവ്സിനൊക്കെ അവർ ബുക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ റാൻഡമായിട്ടും വർക്ക്സ് എടുക്കാറുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ സർവീസിലുള്ളത് തന്നെയാണ്. പിന്നെ ഇതല്ലാതെ ബ്രൈഡൽ മേക്കപ്പ് അല്ലാതെ ഫോട്ടോഷൂട്ട്സ്, ഫാഷൻ ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള മേക്കപ്പ്സും ചെയ്യാറുണ്ട്. പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സാരി ഡ്രേപ്പിംഗ്, പിന്നെ ഹെയർ സ്റ്റൈലിംഗ് അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബ്രൈഡൽ മേക്കപ്പിൽ തന്നെ കൂടുതലായിട്ട് നമ്മൾ HD, എയർ ബ്രഷ്, പിന്നെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പാണ് ക്ലയൻറ്റിന് ആവശ്യമെങ്കിൽ അവരുടെ സ്കിൻ ടൈപ്പിന് അത് സ്യൂട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഉണ്ട്. ഒരു കല്യാണം അടുത്ത് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ബ്രൈഡൽ മേക്കപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പെട്ടെന്ന് അന്വേഷിച്ച് വരുന്നത്. ഈ നല്ല ഒരു ബ്രൈഡൽ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇപ്പോൾ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യുക, വീഡിയോസ്, പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് അതൊക്കെ നോക്കിയാണ് കൂടുതൽ പേരും അസസ് ചെയ്യുന്നത്. അത് വേണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കസ്റ്റമേഴ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവരുടെ ആ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് എന്താണെന്ന് എന്തായാലും അറിയാൻ ശ്രമിക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഏതെങ്കിലും അവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വർക്ക്സ് ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയാൽ അതും നല്ലതാണ്. ഒരു വെഡ്ഡിങ് വെന്യൂവിൽ നമ്മുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെഡ്ഡിങ് വെന്യൂവിൽ പോയി ആ ഒരു ഹാളിൽ എങ്ങനെയാണ് അവരുടെ മേക്കപ്പ് ഹൈലൈറ്റായിട്ട് ആയിട്ടിരിക്കുന്നതെന്നൊന്ന് നോക്കുക. ജസ്റ്റ് വീഡിയോസ് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഇതും കൂടെ എല്ലാം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇതൊക്കെ പറഞ്ഞപ്പോൾ, സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞപ്പോഴാണ് മറ്റൊരു ചോദ്യം. അതായത് പലരും ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ മേക്കപ്പ് ചെയ്ത് ഇതേപോലെ ആക്കണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു ചുരുക്കം പേരെങ്കിലും ഉണ്ടാകാം. അല്ലെങ്കിൽ ഫിൽറ്റർ ഉപയോഗിച്ച് ഉള്ള ഫോട്ടോസ് കാണിക്കുന്നു, ഇതേ രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം എന്നൊക്കെ ആവശ്യങ്ങളുമായിട്ട് വരുന്നവർ ഉണ്ടാവുമല്ലോ. എന്താണ് അതിനെപ്പറ്റി ഉള്ള? അതെ, അങ്ങനെയുള്ളവരുണ്ട്. ചിലവർ അതിൽ നിന്ന് റെഫറൻസസ് മാത്രം
എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ചിലർ പൂർണ്ണമായും അതുപോലെ ആകാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. പക്ഷേ അതൊരു പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള നോളജേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിൽ ഇന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഇയാൾക്ക് സ്യൂട്ടാവും, മറ്റുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അതല്ല പൂർണ്ണമായും അയാൾക്ക് ചേരാത്ത ഒരു കാര്യമാണ് കൊണ്ടുവരുന്നതെങ്കിൽ അത് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. അയാൾക്ക് ചേരുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പിന്നെ ഫോട്ടോസിലൊക്കെ കൂടുതലും ഫോട്ടോഷൂട്ടിനൊക്കെ ആ ഒരു ടൈമിൽ ജസ്റ്റ് എടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കും. നമുക്ക് വെഡ്ഡിങ് ഡേ എന്ന് പറയുമ്പോൾ അന്ന് ഒരു എൻറ്റയർ ഡേ നിൽക്കേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്താലേ നമുക്കത് അന്ന് നന്നായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അന്ന് ഫുൾ ഡേ നിൽക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഹെയർ സ്റ്റൈല്, മേക്കപ്പ് ഒക്കെ ആയിരിക്കും നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുക. ഈ ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാനായിട്ട്, ഒരു നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഒരു എത്ര സമയം ചിലവഴിക്കേണ്ടി വരും? ഇപ്പോൾ ഞങ്ങൾ കൂടുതലും വെഡ്ഡിങ്ങിന് 4 hours റിസപ്ഷൻ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള ഫങ്ഷൻ്റെ മേക്കപ്പിനായിട്ട് 3 hours പറയാറുള്ളത്. ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മേക്കപ്പ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഈ ഒരു ഹറിബറി ഇല്ലാണ്ട് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഒരു ടൈം ഇടാറുള്ളത്. അപ്പോൾ മാക്സിമം ഇൻ കേസ് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ തന്നെയും നമുക്ക് അതിനുള്ളൊരു സാവകാശം കിട്ടാറ്. അപ്പോൾ ഈ ബ്രൈഡൽ മേക്കപ്പ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്താൽ കൂടെ വരുന്നവർക്ക് ഏകദേശം എത്ര സമയം എടുക്കേണ്ടി വരും? ഒരു 30 minutes. കൂടെ വരുന്നവരുടെ പാരലലി ആണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു ടീമുണ്ട്. അപ്പോൾ അവരെന്നോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഞാൻ ബ്രൈഡിനെ ചെയ്യുന്ന സമയത്ത് ടീമിലുള്ളവർ ബാക്കി എക്സ്ട്രാ ഗസ്റ്റ് വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും. പക്ഷെ നമ്മൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ബ്രൈഡിനോടൊപ്പം ചെയ്യുന്നതാണെങ്കിൽ മാക്സിമം 2 to 3 ഗസ്റ്റ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം ഇതൊരു ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 3 to 4 hours ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വർക്ക്സ് ഒരുമിച്ച് ആ ടൈം ചെയ്യാൻ ശ്രമിക്കാറില്ല. ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് എക്സ്ട്രാ. നമ്മൾ ഈ ബ്രൈഡൽ മേക്കപ്പ്, ഒരു ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ മേക്കപ്പ് നമ്മൾ എന്തൊക്കെയാണ്, ഹെയർ പിന്നെ ഫേസ്, അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഓർഡർ? അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹെയർ ആണ് ചെയ്യുന്നത്. ഹെയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ സാരി ഡ്രേപ്പിംഗ് ഉണ്ടെങ്കിൽ സാരി ഡ്രേപ്പിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഹിന്ദു ബ്രൈഡ്സിനാണെങ്കിൽ അവർക്ക് കുറച്ച് ഓർണമെൻറ്റ് സെറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഓർണമെൻറ്റ് സെറ്റിംഗ് ഉണ്ടെങ്കിൽ അത് സാരി ഡ്രിപ്പിംഗ് കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ട് ആക്ച്വലി ഒരു ഫൈനൽ സ്റ്റേജിലാണ് മേക്കപ്പ് ഞാൻ ചെയ്യാറുള്ളത്. പല ഓർഡേഴ്സിൽ ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, പക്ഷേ ഇവിടെ യൂഷ്വലി അതാണ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ സ്റ്റേജിൽ എല്ലാം ഒന്ന് നീറ്റാക്കലും, കാരണം സാരിയൊക്കെ കുറച്ച് മുന്നേ ഡ്രേപ്പ് ചെയ്യുന്നത് കൊണ്ട് ലാസ്റ്റ് എല്ലാം ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് നീറ്റാക്കിയാണ് ചെയ്യുന്നത്. ഈ ബ്രൈഡൽ മേക്കപ്പ് നമ്മൾ അവരുടെ വെന്യൂവിൽ പോയിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ ഒരു സ്ഥലത്ത് പോയി ഈ വെന്യൂവിൽ പോയി നമ്മളിത് ചെയ്യുമ്പോൾ അനവധി ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെങ്ങനെയാണ് പലപ്പോഴും ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒരു വെന്യൂവിൽ പോയി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ പോയി ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ടി വരാറുള്ളത് സ്പേസ്, ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ പവർ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. അത് കൂടുതലും ആദ്യമൊക്കെ ഞങ്ങൾ വീടുകളിൽ പോയി ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിൽ ഇത് കൂടുതലാണ്. പിന്നീട് ഞങ്ങൾ കസ്റ്റമേഴ്സിനോട് തന്നെ പറയും, പറ്റുമെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് നടക്കുന്ന വെന്യൂവിലാണ്, അവിടെ ഗ്രീൻ റൂം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയാറുണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ സൗകര്യങ്ങളുണ്ടാവും. അപ്പോൾ പിന്നെയുള്ളത് ഞങ്ങൾ ഈ കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്ത് അവരുടെ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് അതിനൊക്കെ മിസ്സിങ് വരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. പിന്നെ പോയി ചെയ്യുമ്പോൾ വേറെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് ആ റൂമിൽ ഒരു പക്ഷേ വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് റിലേറ്റീവ്സോ ഗസ്റ്റുകളോ എല്ലാം അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒത്തിരി ഇൻ്റർഫിയറൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നമുക്ക് കുറച്ച് നഷ്ടമാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ കൂട്ടി ഞങ്ങൾ ഇൻഫോം ചെയ്യാറുണ്ടെങ്കിലും എല്ലാവരോടും അത് പറയാനായിട്ട് അവർക്കും ഒരു പക്ഷേ പാടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പിന്നെ മാക്സിമം നമ്മളെല്ലാം ഹൈജീനും കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ പ്രോഡക്ട്സും ഞങ്ങളുടെ ബ്രഷസും കാര്യങ്ങളും എല്ലാം പല സ്ഥലത്തായിട്ട് കൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് ശ്രദ്ധിക്കേണ്ടി വരാറുണ്ട്.
ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്ത് വളരെ വളരെ ഹൈജീനായിട്ട് തന്നെയാണ് ഈ പ്രോഡക്ട്സും ഇതിൻ്റെ അക്സസറീസും എല്ലാം നിങ്ങൾ ചെയ്യുന്നത്. അതെ, നമ്മൾ ആഫ്റ്റർ ഈച്ച് യൂസ് നമ്മൾ അതിൻ്റെ സാനിറ്റൈസേഷൻ എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് നെക്സ്റ്റ് യൂസിലേക്ക് എടുക്കുന്നത്. അതെല്ലാം നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്താണ് ചെയ്യാറുള്ളത്. എനിക്കതൊരു മേക്കപ്പ് ആർട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിനോടൊപ്പം ഇതും ഒരു മെയിൻ കാര്യമാണ്.